എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അധരം കൊണ്ട് ദൈവത്തോട് അടുത്തും ഹൃദയം കൊണ്ട് ദൈവത്തോട് അകന്നും ഇരിക്കുന്ന ഒരനുഭവം. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. അധരം കൊണ്ട് മാത്രം അവർ അടുത്തിരിക്കുന്നു. അത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ അധരം കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കാൻ നമുക്ക് കഴിയും, ഹൃദയം ദൂരെ വയ്ക്കാനും കഴിയും. ഹൃദയത്തിന് യാത്ര ചെയ്യാനായിട്ട് വാഹനം വേണ്ടല്ലോ, ഹൃദയത്തിന് എവിടെയും പോകാമല്ലോ. അതല്ലേ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ആളുകൾ വരുമ്പോഴും കൈകൊണ്ട് പലതും ചെയ്തു തീർത്താലും ഹൃദയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ചിന്താഭാരത്തോടിരിക്കുന്നത്. ആകെ നമ്മുടെ ഹൃദയം കൊണ്ട് നാം ദൈവത്തോട് അടുക്കാതെ അധരം കൊണ്ട് മാത്രം ദൈവത്തോട് അടുത്താൽ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. ഇസ്രായേൽ മക്കൾ കനാനിലേക്കായിരുന്നു അവരുടെ കാൽ കൊണ്ടുള്ള യാത്ര, പക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് അവർ മിസ്രൈമിലേക്കായിരുന്നു യാത്ര ചെയ്തത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞ ഒരു ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പിതാവ് തന്റെ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ നീ വയലിൽ പോകണം, അവിടെ വേലയുണ്ട്. മകൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. അടുത്ത മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ പോകണം, നീ വയലിൽ പോകണം. അവൻ പറഞ്ഞു, ഞാൻ പോകാം അപ്പാ, ഞാൻ പോകാം. വാ കൊണ്ട് അവൻ സമ്മതിച്ചു, ഹൃദയം കൊണ്ട് സമ്മതിച്ചില്ല. പക്ഷേ നാം വായിക്കുന്നത്, മൂത്തവൻ എൻ്റെ അപ്പൻ പറഞ്ഞതല്ലേ, ഞാൻ പോകാം. അവൻ എന്ത് ചെയ്തു? പോയി വേല ചെയ്തു. പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. ആരെയായിരിക്കും പിതാവ് സ്നേഹിക്കുന്നത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സേവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതും ദൈവീയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും എല്ലാം തന്നെ വെറും അധരം കൊണ്ട് മാത്രമാകാൻ പാടില്ല. അതിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല, മറിച്ച് ഹൃദയം കൊണ്ട് ആയിരിക്കണം. അതിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. എത്രയോ തിരുവഴുത്തിൽ നമുക്ക് സംഭവങ്ങൾ കിടപ്പുണ്ട്. രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവർ ദൈവത്തെ സേവിച്ചു, ഏകാഗ്രതയോടെ അല്ല താനും. അപ്പോൾ അവർ ദൈവത്തെ സേവിക്കും, പല സേവയും അവർ ചെയ്തു, ദൈവത്തിന് പ്രസാദമുള്ള പലതും ചെയ്തു, പക്ഷെ ഏകാഗ്രതയോടെ ആയിരുന്നില്ല. ഹൃദയം ദൈവത്തിനുള്ള ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ടല്ലേ ദൈവം പറയുന്നത്, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. നാം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പാനും ഹൃദയം ദൈവം മുമ്പിൽ പകരുവാനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹൃദയം കൊണ്ട് മാത്രം ഞങ്ങൾ അകന്നിരിക്കാനല്ല, വായ് കൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവരുമായിട്ടുമല്ല, ഞങ്ങളുടെ വായും ഹൃദയവും ഒരുപോലെ തന്നെ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.